ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ മുരളീധരൻ നായർ ആണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ശ്രീ മുരളീധരൻ നായർ, അതിർത്തിയിൽ സമാധാനത്തിൻ്റെ വെളുത്ത കൊടി ഉയർന്നിരിക്കുകയാണ്. വലിയ ആശ്വാസമാണ് രാജ്യത്തെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയിട്ടില്ല, പക്ഷേ പാകിസ്ഥാൻ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു. നമ്മുടെ സൈന്യം ഭീകര കേന്ദ്രങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു നമ്മുടെ സൈന്യം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇവിടെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഇനിയുള്ളത് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളാണല്ലോ. താങ്കൾ എങ്ങനെ കാണുന്നു? ഏത് വിധത്തിലായിരിക്കും ഈ ചർച്ചകൾ ഇനി പുരോഗമിക്കുക? ഇന്ത്യയുടെ ഡിമാൻഡുകൾ എന്തൊക്കെയായി? ആദ്യമായിട്ട് ഞാൻ പറയാം, നമുക്ക് മലയാളത്തിലെ യുദ്ധവിരാമം, വെടിനിർത്തൽ എന്നൊക്കെ പറഞ്ഞ് ഒരു സൗകര്യപൂർവ്വം ഇതിലെ ടെക്നിക്കാലിറ്റിയെ അവോയ്ഡ് ചെയ്യാൻ കഴിയും. പക്ഷേ ഞാൻ ഈ വിദേശകാര്യ സെക്രട്ടറി ഉപയോഗിച്ച വാക്ക് സ്റ്റോപ്പേജ് ഓഫ് ഹോസ്റ്റിലിറ്റീസ്, സ്റ്റോപ്പേജ് ഓഫ് ഫയർ എന്നാണ്. എനിക്ക് ഇതിൽ വലിയൊരു അറിവുണ്ടായിരുന്നില്ല. ഞാൻ നെറ്റിൽ തിരഞ്ഞു നോക്കിയപ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ചില ഡെഫിനിഷനുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ട്രൂസ് എന്നാണ്. ട്രൂസ് എന്ന് പറഞ്ഞാൽ ലോക്കലി അറേഞ്ച്ഡ് ഒരു സീസ് ഫയറാണ്. അത് ഒരു പക്ഷേ ഒരു സൈഡിൽ കുറച്ച് പേര് മരിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിൽ അവർക്ക് ആ ബോഡി റിക്കവർ ചെയ്യാനോ അല്ലെങ്കിൽ ക്രിസ്മസ്, പെരുന്നാൾ പോലെയുള്ള സമയങ്ങളിൽ യുദ്ധം നിർത്താനോ ഉള്ള ഒരു അറേഞ്ച്മെൻറ്റാണ്. പിന്നെ സെസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ്, അതും ഏകദേശം സമാനമായൊരു, അത് നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഫോർമലാണ്. പിന്നെ സീസ് ഫയർ എന്നാണ്. സീസ് ഫയർ അല്ല ഇത്, തീർച്ചയായിട്ടും അല്ല. അതൊരു നെഗോഷിയേറ്റഡ് എഗ്രിമെൻ്റ് ആയിരിക്കും. മിക്കവാറും ഐക്യരാഷ്ട്ര സഭയുടെ ഒരു നേതൃത്വത്തിലോ അല്ലെങ്കിൽ സഹായത്തോടെ ആയിരിക്കാം അത് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ആയിരിക്കാം. പിന്നെ ആംമിസ്റ്റിസാണ്. ഇപ്പോൾ കൊറിയകൾ തമ്മിൽ യുദ്ധം നിർത്തിയെങ്കിലും ഒരു സീസ് ഫയർ ആയിട്ടില്ല, പക്ഷേ ആംമിസ്റ്റ്. അപ്പോൾ ഇത് ഏത് കാറ്റഗറിയിൽ പെടുത്തണം എന്നറിയില്ല. യുദ്ധം ഒരു പോസ്, ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് വർക്ക് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പോസ് ചെയ്ത് നിർത്തുന്ന പോലെ ഒരു നിർത്തലാണ് ഇപ്പോൾ ഔദ്യോഗികമായി അനൗൺസ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ഇത് നാളെ തുടരും എന്നർത്ഥമില്ല. പക്ഷേ ഇരുഭാഗത്തിനും നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് ഇന്ത്യക്ക് മറ്റൊരു തീവ്രവാദി ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാലോ അല്ലെങ്കിൽ വെടിനിർത്തൽ ലംഘനങ്ങൾ ഉണ്ടായാലോ തുടർന്ന് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകാം. ഇന്ന് നമുക്കിതിന് ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പൊരു പ്രസ്താവന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളെല്ലാം. എനി ഫർദർ ആക്ട് ഓഫ് ടെറർ വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ ആക്ട് ഓഫ് വാർ. ഇനി ഏതെങ്കിലും ഒരു ഭീകര ആക്രമണം ഉണ്ടായാൽ അതിനെ യുദ്ധമായിട്ട് കണക്കാക്കും. അതിന് മറുപടി ഒരു യുദ്ധം എന്നുള്ള രീതിയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആദ്യമേ നമ്മുടെ എല്ലാവർക്കും പ്രേക്ഷകർക്ക് ഉണ്ടാവണം. ഇനി താങ്കൾ ചോദിച്ചത് ഇനി നയതന്ത്ര ചർച്ചകളിലായിരിക്കും അല്ലോ എന്ന്. പക്ഷേ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മെയ് 12 രണ്ട് ഭാഗത്തെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ DGMOs, മിക്കവാറും മേജർ ജനറലോ ലെഫ്റ്റനന്റ് ജനറലോ ലെവലിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കും, സീനിയർ ഓഫീസേഴ്സ് ഓൾറെഡി ഇൻ പ്ലേസ് ആണ്. പാകിസ്ഥാൻ്റെയും ഇന്ത്യയും DGMOs തമ്മിൽ കണക്ട് ചെയ്യാൻ അവർക്കൊരു ഹോട്ട് ലൈൻ ഉണ്ട്. ആ ഫോൺ മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കാതെ ഇതേപോലുള്ള എന്തെങ്കിലും സന്ദർഭത്തിലോ അല്ലെങ്കിൽ അതിർത്തിയിൽ സംഘർഷങ്ങൾ നടക്കുമ്പോഴെല്ലാം പരസ്പരം കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. ഈ രണ്ട് ഉദ്യോഗസ്ഥരും ഏതോ ഒരു ഇനിയും നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് മറ്റ് ചർച്ചകളിലേക്ക് പോകും എന്നുള്ളതാണ്. അതിനു മുമ്പ് നയതന്ത്ര കാര്യ മന്ത്രാലയങ്ങളോ അതിലെ ഉദ്യോഗസ്ഥന്മാരോ ഒരു സംവാദത്തിലേർപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല. അനൗദ്യോഗികമായിട്ട് അവർ ചെയ്തേക്കാം. പക്ഷേ ആദ്യം ഈ ഒരു സ്റ്റോപ്പേജ് ഓഫ് വാറിനെ ഒന്ന് ഫോർമലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാവാം ഒരുപക്ഷെ കൂടുതൽ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നടക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് തുടങ്ങിയ 1-2 മണിക്കൂറായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിവുകൾ ഇല്ല എന്നുള്ളത് സമ്മതിക്കുന്നു. ശ്രീ മുരളീധരൻ നായർ, അതൊരു വസ്തുതയായി നിലനിൽക്കുമ്പോൾ പോലും ഇതിലിപ്പോൾ ഒരു വെടിനിർത്തൽ എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് താങ്കൾ അതിൻ്റെ സാങ്കേതികമായി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു താൽക്കാലിക വിരാമം ഈ അതിർത്തി സംഘർഷങ്ങളിൽ ഉണ്ടായിരിക്കുകയാണല്ലോ. ആ താൽക്കാലിക വിരാമത്തെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഈ വിരാമത്തിലേക്ക് എത്തിയ പാത എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു താൻ അടക്കം അമേരിക്കയാണ് ഇതിന് മധ്യസ്ഥം വഹിച്ചതെന്ന്. പക്ഷേ ഇന്ത്യ അതിനെ തള്ളിക്കളയുന്നു. ഒരു മൂന്നാം കക്ഷി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല.
ഡയറക്റ്റായി ഇന്ത്യയുടെ മിലിറ്ററിയും പാകിസ്ഥാൻ മിലിറ്ററി തലത്തിൽ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ DGMO തലത്തിലുള്ള ചർച്ചയാണ് നടന്നിട്ട് ഉള്ളത് എന്ന്. പക്ഷേ അമേരിക്ക അങ്ങനെ ഒരു അവകാശവാദം പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ്റെ ഒരു പ്രധാനപ്പെട്ട എയ്ഡ് എന്ന നിലയിലായിരിക്കുമല്ലോ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാവുക. ഇന്ത്യയുമായും നല്ല ബന്ധം നിലവിൽ ഗവൺമെൻറ്റുമായും ഉൾപ്പെടെ വെച്ച് പുലർത്തുകയാണ്. അപ്പോൾ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആ വിധത്തിലൊരു പ്രശ്നപരിഹാരത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ഒന്നാമതായിട്ട് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു ട്വീറ്റ് ചെയ്തതെങ്കിൽ, അദ്ദേഹം മാത്രമായിരുന്നു ട്വീറ്റ് ചെയ്തെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ അവകാശവാദങ്ങളായിട്ട് നമുക്ക് അതിനെ അത്ര ഗൗരവമായിട്ട് കണക്കാക്കേണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോയും ട്വീറ്റ് ചെയ്തിരുന്നു. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അദ്ദേഹവും JD വാൻസും ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാക് പ്രധാനമന്ത്രിയും ബാക്കിയുള്ള മന്ത്രിമാരും പാകിസ്ഥാനിലെ ആർമി ചീഫ്, കാരണം പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ പറഞ്ഞാൽ പോരാ, അവിടുത്തെ ആർമി ചീഫ് തന്നെ പറയണം. ഇവരുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടാണ് ഇത്തരം ഒരു വെടിനിർത്തലിലേക്ക് പോയത് എന്ന് മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കണ്ടീഷൻ ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് നമുക്ക് ഇനിയും വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. IMFൻ്റെ $1 ബില്യൺ ഇപ്പോൾ ഒരു ലോൺ റിലീസ് ചെയ്യാനുണ്ട്. ആ ചർച്ചകളിൽ അമേരിക്കയും ചൈനയും എല്ലാം പാകിസ്ഥാൻ ആ പൈസ കൊടുക്കണം, അവർ കടമായിട്ടാണ് അത് കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു കണ്ടീഷൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇന്ത്യയുമായിട്ടുള്ള ഈ തീവ്രവാദി ആക്രമണങ്ങൾക്ക് നിൽക്കുകയില്ല, അതിനെ യാതൊരു തരത്തിലും സഹായിക്കുകയില്ല എന്നുള്ള ഒരു ഉറപ്പ് പാകിസ്ഥാൻ നൽകി എന്നുള്ളതാണ്. പക്ഷെ ഇത് എന്നും അന്താരാഷ്ട്ര ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ലോണുകൾ നൽകുമ്പോൾ ഒരു കണ്ടീഷൻ ഉള്ളത്, അവിടെ സ്ഥിരത വേണം, ആ രാജ്യത്ത് അവരുടെ റവന്യൂ ജനറേറ്റ് ചെയ്യണം. കാരണം ഈ പൈസ എല്ലാം തിരിച്ചടയ്ക്കാനുള്ളതാണല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. അതോടൊപ്പം തന്നെ ഇത് തീവ്രവാദി പ്രവർത്തനങ്ങൾക്ക് നൽകുകയില്ല എന്നുള്ളതാണ്. ഇതിനു മുമ്പും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ആ നിലയ്ക്ക് പാകിസ്ഥാൻ നൽകുന്ന ഉറപ്പുകളെ എത്രമാത്രം സ്വീകാര്യനുണ്ട് എന്നുള്ളത് അറിയില്ല. അതിനു പുറമെ നേരത്തെ ചോദിച്ച ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം, പാകിസ്ഥാൻ ഗവൺമെൻറ്റും ഒരുപക്ഷെ മിലിറ്ററി നേതൃത്വവും ഇത്തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിൽ വന്നാൽ തന്നെ അവിടുത്തെ ഈ ജിഹാദി സംഘടനകൾ നിരവധിയുണ്ട്. 10, 200, 300 ചെറിയ സംഘടനകളുണ്ട്. ഇവരല്ലെങ്കിൽ ആരെങ്കിലും എല്ലാം ഇതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുമോ എന്നോ അവർ വീണ്ടും ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയുകയില്ല. പക്ഷേ ഈ DGMOമാർ 2022-23 കാലഘട്ടത്തിൽ അതിർത്തിയിൽ നിരന്തരമായിട്ട് എക്സ്ചേഞ്ച് ഓഫ് ഫയർ, വെടിവെപ്പ് നടന്ന സമയത്ത് DGMOമാർ കൂടി എടുത്ത തീരുമാനമാണ് ഒരു സീസ് ഫയർ വേണമെന്ന്. അത് ഈ അടുത്തിടെ വരെ നിലനിന്നിരുന്നു. അതിനിടയ്ക്ക് ചില തീവ്രവാദി നുഴഞ്ഞുകയറ്റങ്ങളെല്ലാം ഉണ്ടാവും, അത് സാധാരണമാണ്, പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ സൈന്യങ്ങൾ തമ്മിൽ അത് കാരണം DGMO നൽകുന്ന ഉറപ്പ് രണ്ട് രാജ്യങ്ങളിലെയും സേനകൾ പാലിക്കാറുണ്ട്, അത് നിലനിന്നു. അതുകൊണ്ട് ഈ DGMOമാർ കൂടി 12-ാം തീയതി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ അർത്ഥവ്യാപ്തിയാണുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായും ആ അർത്ഥവ്യാപ്തിയാണ്, അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഇനി ലോകത്തിന് ബോധ്യപ്പെടേണ്ടതാണ്. എന്തൊക്കെയാണ് ധാരണകൾ എന്നുള്ളത് ഇനി പുറത്തേക്ക് വരേണ്ടതാണ്. പ്രാഥമിക വിവരം മാത്രമേ അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. ഇപ്പോൾ അതിർത്തിയിലെ ഒരു സാഹചര്യം നമുക്കറിയാവുന്നതാണ്. നിരന്തരമായ പാക് ഷെല്ലിംഗ് നടന്നിരുന്നു. 16 ജീവനുകളാണ് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളത്. നിരവധി നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ശക്തമായ ഒരു തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു ആക്രമണത്തെ യുദ്ധമെന്ന് വിശേഷിപ്പിക്കാനാകില്ലെങ്കിൽ പോലും ഈ ഒരു ആക്രമണത്തെ, ആധുനിക കാലത്തെ ആക്രമണമാണല്ലോ, ഈ ഒരു ആക്രമണത്തെ, ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണത്തെ ഏതെല്ലാം തരത്തിലാണ് വിശേഷിപ്പിക്കേണ്ടത്? പ്രത്യേകിച്ച് അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ, പാകിസ്ഥാൻ്റെ ശക്തി ക്ഷയിപ്പിക്കുന്ന വിധത്തിലുള്ള ആക്രമണമാണ് ഇന്ത്യൻ സൈന്യം, വളരെ അളന്നു മുറിച്ചുള്ള ആക്രമണമാണ് നടത്തിയിരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങൾ, അവരുടെ ലോഞ്ച് പാഡുകളായി ഉപയോഗിക്കുന്ന വ്യോമതാവളങ്ങൾ, ഭീകരരെ അമിതമായി നുഴഞ്ഞു കയറുന്ന പ്രത്യേക സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്നലെ രാത്രിയായി ഉൾപ്പെടെ ഇന്ത്യ ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തിട്ടുള്ളത്. അവരുടെ സൈനിക ശക്തിയെ കുറയ്ക്കുക എന്നുള്ളത് അവിടെ ഭീകരതയ്ക്ക് പരസ്യമായി അവിടുത്തെ സർക്കാരും സൈന്യവും പിന്തുണ നൽകുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ. ഇന്ത്യയുടെ ഈ ഒരു നീക്കത്തെ, മിലിറ്ററി നീക്കത്തെ എങ്ങനെ കാണണം? നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തി യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ടില്ലേ ലോകത്തിന് മുൻപ്?
വളരെ നല്ല ചോദ്യമാണ്. ഇത് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. നമ്മുടെ നാട്ടുകാർക്കും ലോകത്തിനും തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിച്ചെങ്കിലും അളന്നു കുറിച്ച മറുപടികളാണ് നമ്മൾ കൊടുത്തിരുന്നത്. ആദ്യത്തെ ആ അറ്റാക്കിൽ 9 സ്ഥലങ്ങളിലായിട്ട് നടത്തിയത് തീവ്രവാദി കേന്ദ്രങ്ങളിൽ മാത്രമാണ് നടത്തിയത്. അതും രാത്രിയിൽ 1 മണിക്ക് ശേഷം സിവിലിയൻസ് ഒന്നും ആ പ്രദേശങ്ങളിൽ ഇല്ലാത്ത സമയം തിരഞ്ഞെടുത്തുകൊണ്ട് കൃത്യമായ രീതിയിൽ തീവ്രവാദി കേന്ദ്രങ്ങളിലെ അതിലെ തന്നെ ഏതെല്ലാം ഭാഗങ്ങളാണ് ആക്രമിക്കേണ്ടത് എന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ഒരുപക്ഷെ നല്ല ഇൻ്റലിജൻസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നിരിക്കണം. അപ്പോൾ അത് നടത്തിയത് ആദ്യത്തെ ഒരു നല്ല മാതൃകയാണ്. കാരണം അവിടുത്തെ സിവിലിയൻസിനെ നാം ഒരിക്കലും മറ്റ് തീവ്രവാദികളുമായിട്ട് സാമ്യപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതോടൊപ്പം നാം ശ്രദ്ധിച്ചത് അവിടുത്തെ മിലിറ്ററി കേന്ദ്രങ്ങളും നമ്മൾ ആക്രമിച്ചില്ല. കാരണം നമുക്ക് ഇതിനെ എസ്കലേറ്റ് ചെയ്യാൻ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു എസ്കലേഷൻ ഉണ്ടാവരുതെന്ന് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി ആണ് ഇന്ത്യ ആ മൂവ്മെൻറ്റ് നടത്തിയത്. പക്ഷേ അതിന് തിരിച്ചടിച്ച് പാകിസ്ഥാൻ നൽകിയത് ഡ്രോണുകൾ അയച്ചതെല്ലാം സിവിലിയൻ ഏരിയകളിലാണ്. കാരണം ആ ഡ്രോണുകളിൽ 99% എക്സ്പ്ലോസീവ് ഡിസൈസസ്, വെടിക്കോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇന്ത്യൻ ഭാഗത്തെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ അളക്കാനും അത് എവിടെയെല്ലാമാണെന്ന് അതിൻ്റെ റെസ്പോൺസ് ടൈം എത്രയാണെന്ന് എല്ലാം അറിയാനുള്ള തരത്തിലുള്ള ഡ്രോണുകളാണ് അവർ അയച്ചത്. അതാണ് പലയിടത്തും ഇത് നമ്മൾ വെടിവെച്ചിട്ടിട്ടും അവിടെ വലിയ വിസ്ഫോടനങ്ങളൊന്നും നമ്മൾ ഗാസയിലോ ഇസ്രായേലിലോ കണ്ടതുപോലെയുള്ളത് ഇവിടെ ഉണ്ടാവാതിരുന്നത്. പിന്നീടാണ് അവർ വെടിക്കോപ്പുകൾ നിറച്ച ഡ്രോണോ അല്ലെങ്കിൽ മിസൈലുകളോ അയച്ചത്. അതും നമ്മൾ കൃത്യമായിട്ട് വെടിവെച്ചിട്ടു. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ നടത്തിയ തിരിച്ചാക്രമണത്തിൽ അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം ചൈനയുടെ ഹോങ്ചി സീരീസ് HQ സീരീസിലുള്ള HQ-9 HQ-16 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സീരീസിലുള്ള അവരുടെ ഈ S-300 എന്ന് പറയുന്ന റഷ്യൻ മോഡൽ, നമ്മുടെ S-400 നമ്മുടെ യുദ്ധത്തിൽ ഈ പോരാട്ടത്തിൽ നമ്മൾ ഏറെ സഹായിച്ച S-400 എന്ന വ്യോമാക്രമണ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. അവർ ചൈനയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ചൈനയുടെ എക്യുപ്മെൻറ്റിൻ്റെ ഈ S-300 അവർ റിവേഴ്സ് എൻജിനീയറിങ് അത് പൊളിച്ച് പഠിച്ച് അവരുണ്ടാക്കിയ ഈ ഹുങ്ചി സീരീസിലുള്ള S-9 HQ-9 HQ-16 പൂർണ്ണമായും നമുക്ക് തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ സന്ദേശമാണ് നൽകുന്നത്. അത് പാകിസ്ഥാൻ്റെ അവർക്ക് അത് ഉപയോഗിക്കാനുള്ള കഴിവുകേടോ അല്ലെങ്കിൽ അത് ഇതൊരിക്കലും പാകിസ്ഥാൻ ഉപയോഗിക്കേണ്ടി വരില്ല എന്നുള്ള രീതിയിൽ ചൈന നൽകിയത്. കാരണം ചൈനയ്ക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. നല്ല എക്യുപ്മെൻ്റ് എല്ലാം തങ്ങളുടെ കയ്യിൽ വച്ചിട്ട് ഏതെങ്കിലും ഉപയോഗശൂന്യമോ അല്ലെങ്കിൽ ഉപയോഗം സാധ്യത കുറവുള്ള എക്യുപ്മെൻറ്റോ ഇതേപോലുള്ള പാവപ്പെട്ടോ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ശേഷിയില്ലാത്ത രാജ്യങ്ങൾക്ക് വില കുറച്ച് അവരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വാങ്ങുകയും അതോടൊപ്പം പൈസ വാങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും നല്ലൊരു സന്തോഷ വാർത്തയാണ്. കാരണം ഒന്ന്, പാകിസ്ഥാൻ്റെ ആ ഒരു പ്രതിരോധ എയർ ഡിഫൻസ് സിസ്റ്റത്തെ തകർത്തു. അതിന് ചൈനീസ് എക്യുപ്മെൻറ്റിൻ്റെ ഒരു കഴിവുകേട് അവിടെ വ്യക്തമാക്കപ്പെട്ടു. പിന്നീട് നാം നടത്തിയ എല്ലാ ആക്രമണങ്ങളും അത് മിലിറ്ററി ടാർഗറ്റുകൾ വളരെ കൃത്യമായി തിരഞ്ഞെടുത്തുകൊണ്ടാണ് നാം ചെയ്തത്. പക്ഷേ പാകിസ്ഥാൻ ചെയ്തത് നമ്മുടെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്നത് വളരെ ദുഃഖകരമായ കാഴ്ചയാണ് കണ്ടത്. അത് സിവിലിയൻസിനെ മാത്രമല്ല അവരുടെ പ്രോപ്പർട്ടിയും മനുഷ്യൻ്റെ ആയുസ്സിനെയും മാത്രമല്ല നഷ്ടമാക്കിയത്. അവർ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഗുരുദ്വാരകൾ ആക്രമിച്ചു, മോസ്കുകൾ മദ്രസകൾ ആക്രമിച്ചു, ക്രിസ്ത്യൻ സ്കൂൾ ആക്രമിച്ചു, ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിച്ചു. എന്നിട്ട് അവിടെ നിന്നും ഒരു പ്രൊപ്പഗാൻഡ വാർ അഴിച്ചുവിട്ടു. ഇന്ത്യ ഗുരുദ്വാര ആക്രമിച്ചു, ഇന്ത്യ മസ്ജിദ് ആക്രമിച്ചു എന്നുള്ള രീതിയിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് ഈ അസീം മുനീർ നേരത്തെ ആർമി ചീഫ് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ അല്ല ലോകത്തെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും അവർ രണ്ട് തരം ജനതകളാണ്. ഒരിക്കലും അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവനകൾ ഒരുപക്ഷെ അവർ
ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കൂടി ഒരു സന്ദേശമായിരുന്നു. ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കണം, സ്പർദ്ധ ഉണ്ടാക്കണം. പക്ഷേ നാം ഏറെ സന്തോഷിക്കേണ്ട കാര്യം ഇന്ത്യയിലെ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ഇത് ഏറ്റുപിടിച്ചിട്ട് പരസ്പരം പഴിചാരാനോ പരസ്പരം ആക്രമിക്കാനോ പരസ്പരം പ്രസ്താവനകൾ നടത്തുവാൻ പോലും തയ്യാറായില്ല എന്നുള്ള വലിയൊരു മഹത്തായ സന്ദേശമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ശ്രീ മുരളീധരൻ നായർ, ഇന്ത്യയുടെ ഐക്യം ഒരിക്കൽ കൂടി ലോകത്തിന് മുൻപിൽ തെളിയിക്കപ്പെടുകയാണ്. നമുക്ക് ആഭ്യന്തരമായി രാഷ്ട്രീയമായ മറ്റെന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ വരുന്ന ഓരോ ചോദ്യങ്ങളെയും വളരെ ശക്തമായി ഇന്ത്യക്കാർ പ്രതിരോധിക്കും എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു നടപടി കൂടിയാണ്. അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇന്ത്യയിൽ ഏകസ്വരമായിരുന്നെങ്കിൽ പാകിസ്ഥാനിൽ അതല്ലായിരുന്നു സ്ഥിതി. അവിടെ ജയിലിലടച്ച ഇമ്രാൻഖാനെ ചൊല്ലി ഒരു കൂട്ടം തെരുവിലിറങ്ങി. അവിടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിനെതിരെ നീക്കം നടന്നു എന്ന വിധത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നു. ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായ സാമ്പത്തിക പ്രശ്നം അലട്ടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന കാര്യം അറിയാമല്ലോ. അതിലേക്ക് വരുന്നതിന് മുൻപ് അങ്ങ് ചൈനയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഉൾപ്പെടെ ജോലി ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണല്ലോ. ആ വിധത്തിൽ ഇപ്പോൾ ലോകക്രമം അമേരിക്കയിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞ ലോകക്രമത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ പല വിധത്തിൽ നടന്നിരുന്നല്ലോ. റഷ്യ, ചൈന, ഇന്ത്യ ചേർന്നുള്ള ഒരു അച്ചുതണ്ട് വലിയ രീതിയിൽ രൂപപ്പെടുന്നു, അവരുടേതായ ഒരു കറൻസി രൂപപ്പെടുന്നു എന്ന വിധത്തിലൊക്കെ ട്രംപ് അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ സംഘർഷ സമയത്ത് ലോക രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ പൊതുവിൽ ഇന്ത്യക്ക് അനുകൂലമായിരുന്നല്ലോ. അതിൽ ചൈന എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ്, നമ്മളൊരു അതിർത്തി രാജ്യം എന്ന നിലയിലാണ് ഞാൻ ചൈനയെ പ്രത്യേകിച്ചെടുത്ത് ചോദിക്കുന്നത്. ചൈന എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡിനെ എങ്ങനെ വിലയിരുത്താം? ഇന്ത്യയുമായി അതിർത്തി തർക്കമുള്ള ഒരു രാജ്യം കൂടിയാണല്ലോ ചൈന. ആ അർത്ഥത്തിൽ ചൈനയെ എങ്ങനെ വിലയിരുത്താനാകും? ലോകക്രമത്തിൽ ഇപ്പോൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ലോകത്തുണ്ടായിട്ടുള്ള രാജ്യങ്ങളുടെ നിലപാടുകൾ എങ്ങനെ വിലയിരുത്താനാണ്? വലിയ ഒരു റിലവൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണത്. എനിക്ക് സന്തോഷമുണ്ട് അത് ചോദിച്ചതിൽ. കാരണം നമ്മുടെ അയൽ രാജ്യമാണ് ചൈന, പാകിസ്ഥാൻ്റെയും അയൽ രാജ്യമാണ് ചൈന. പക്ഷേ പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്കറിയാം, സുദൃഢമാണ്. അതിന് രണ്ട് കൂട്ടർക്കും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അവരുടെ എഗ്രിമെൻറ്റുകളും മറ്റും പറയുന്നത് പാകിസ്ഥാൻ ചൈന ബന്ധങ്ങൾ സാഗരത്തേക്കാൾ ആഴമുള്ളതും ഹിമാലയത്തേക്കാൾ ഉയരമുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതും ഇരുമ്പ് ചട്ടയേക്കാൾ സുദൃഢവുമാണ് ഈ ബന്ധങ്ങൾ എന്ന് അടിക്കടി അവസരത്തിലും അനവസരത്തിലും ഇരു രാജ്യങ്ങളും പ്രത്യേകിച്ചും ചൈനീസ് സൈഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൈന പക്ഷേ ഈ ഇന്ത്യ ആദ്യം പെഹൽഗാമിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് ചൈന മൗനം ഭജിക്കുകയാണുണ്ടായത്. അത് ലോകത്തെ പല നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തി. പക്ഷേ ഇന്ത്യ ടെററിസ്റ്റ് ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്തതിന് ശേഷം ചൈന നടത്തിയത് ഇത് ദൗർഭാഗ്യകരമായിരുന്നു, റിഗ്രറ്റബിൾ ആക്ട് എന്നാണ് പറഞ്ഞത്. അത് വളരെയധികം സംയമനത്തോടു കൂടി ഉപയോഗിച്ചൊരു വാക്കായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ചൈന അതിൻ്റെ അപ്പുറം പോയില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഈ ഒരു സംഘർഷം ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ചൈന പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും സുഹൃത്ത് രാജ്യങ്ങളാണ്, ഇവർ രണ്ടുപേരും ചൈനയുടെ അയൽക്കാരുമാണ്. ഇന്ത്യയും പാകിസ്ഥാനും സുഹൃത്ത് രാജ്യം എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഇന്ത്യയും പാകിസ്ഥാനും അയൽ രാജ്യങ്ങളാണ്, ഇത് രണ്ടും ചൈനയുടെ അയൽക്കാരാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ സമാധാനം നിലനിന്ന് കാണാൻ ചൈന ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോൾ അത് ചൈനയുടെ ഒരു ഇരട്ടത്താപ്പായിട്ട് ഞാൻ അതിനെ കാണുന്നത്. ചൈനയ്ക്കൊരു വലിയ, താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ എടുത്ത് പറയാവുന്ന ഒരു ചോദ്യം, ഈ അമേരിക്കയുടെ ശക്തി ക്ഷയിക്കുകയാണ്. അമേരിക്ക ലോകത്തിലെ പോലീസ്മാൻ എന്നുള്ള ആ റോളിൽ നിന്ന് അമേരിക്കയ്ക്ക് ഇനിയും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. താൻ അധികാരത്തിൽ വന്ന 24 മണിക്കൂറിനകം ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കും, യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമായ രീതിയിലുള്ള പുരോഗതിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായില്ല, ട്രംപിന്. പക്ഷേ ചൈന ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനോട് ആവശ്യപ്പെടണമായിരുന്നു. കാരണം ചൈനയുടെ 42 ബില്യൺ മുതൽ 62 ബില്യൺ, പല കണക്കുകളും കോട്ട് ചെയ്ത്, ഈ ബില്യണുകൾ വലിയ സംഖ്യയാണ്. അതുകൊണ്ട് അതിൻ്റെ അന്തരം പറയുമ്പോൾ അധികം വന്നാൽ അതിന് ഒരു ക്രെഡിബിലിറ്റി ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയധികം നിക്ഷേപങ്ങൾ പാകിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് പാകിസ്ഥാനിൽ സമാധാനം നിലനിന്ന് കാണേണ്ടത് ചൈനയുടെ ആവശ്യമാണ്. ഈ നിക്ഷേപങ്ങളൊന്നും ചൈന
തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. യാതൊരു അതിനകത്ത് ദാക്ഷിണ്യമില്ല. ശ്രീലങ്കയിൽ കണ്ടതാണ്. ചൈനയുടെ അവർ വിദേശ നാണ്യമില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് ചൈനയ്ക്ക് കൊടുക്കാനുള്ള പണം അല്പം വൈകിത്തരാം, ഈ ലോണൊന്ന് റീസ്ട്രക്ചർ ചെയ്യണം, അതിനെ പുതുക്കി ലോൺ വയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ചൈന അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് ചൈനയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ആ നിലയ്ക്ക് പൂർണ്ണമായും ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള നിലയിൽ ഈ പാകിസ്ഥാനോട് ഈ യുദ്ധം വീണ്ടും എസ്കലേറ്റ് ചെയ്യാതെ ഇത് കഴിയുന്നതും വേഗം ഒരു വെടിനിർത്തലിലേക്ക് പോകണം, അല്ലെങ്കിൽ യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് പോകാതെ കഴിയണം എന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ചൈന പറയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ചൈനയുടെ ലോക രാജ്യങ്ങളുടെയുള്ള യശസ്സിന് തീർച്ചയായിട്ടും വളരെ ഉയർന്ന ഒരു പരിഗണന ലഭിക്കുമായിരുന്നു. പക്ഷേ ചൈന അവിടെ വളരെ തന്ത്രപരമായിട്ട്, കാരണം അത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു യുദ്ധം എന്നുള്ളത് കൊണ്ട് മാത്രം ചൈന വലിയ തോതിലുള്ള യാതൊരു പ്രതികരണവും നൽകിയില്ല. പക്ഷേ ചൈന ചെയ്യുകയില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ അസസ് ചെയ്തിരുന്ന കാര്യമുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ഈ ഒരു സംഘർഷം ഒരു യുദ്ധമായി തിരിഞ്ഞാലും ചൈന നേരിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ അതിർത്തിയിലൊന്നും നടത്തുകയില്ല. ഒരുപക്ഷെ 65-ലും 1971-ലും നടത്തിയതുപോലെയുള്ള ചില സൈനിക നീക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ഡിപ്ലോയ്മെൻറ്റ് നമ്മുടെ ബോർഡറിനെതിരെ നടത്തുകയും അതുകൊണ്ട് നമ്മുടെ കുറേ ആർമിയെ നമുക്ക് അവിടെ നിർത്തേണ്ടി വരികയും ചെയ്യുമായിരുന്നു. അത് ചൈന ചെയ്യുകയില്ല. കാരണം ചൈനയുടെ ഇന്നത്തെ ഏറ്റവും വലിയ വറി അമേരിക്കയുമായിട്ടുള്ള അവരുടെ താരിഫ് ട്രേഡ് യുദ്ധങ്ങളാണ്. അതുമൂലം ചൈനയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ഷൻ്റെ കുറവ്, അതുമൂലം തൊഴിലില്ലായ്മയുടെ ഉയർച്ച, അങ്ങനെ ചൈനയുടെ സാമ്പത്തിക രംഗം വളരെയധികം ഭീഷണികളോ അല്ലെങ്കിൽ വെല്ലുവിളികളോ നേരിടുന്ന ഈ സാഹചര്യത്തിലും ഒരു വശത്തും മറുവശത്ത് തായ്വാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചൈനയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ഒരിക്കലും ഇന്ത്യയുമായിട്ടൊരു പുതിയൊരു മുഖം തുറന്ന് ഇവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കാൻ ഒരിക്കലും ചൈന ശ്രമിക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ചൈന പാകിസ്ഥാനോട് ഇതൊരു കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കാത്ത ആ ഒരു നിലപാടെടുത്തുക വഴി ചൈനയ്ക്ക് വലിയൊരു അവസരമാണ് ലോകരാഷ്ട്രങ്ങൾ മുമ്പിൽ അവർ കൊട്ടിഘോഷിക്കുന്ന തങ്ങളുടെ ആ ഒരു മൂന്നാം ലോകത്തിൻ്റെ സുഹൃത്താണ്, ഇവിടെ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കും എന്നുള്ള പറയാനുള്ളൊരു അവസരം അവർക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഉറപ്പായും വളരെ നന്ദി ശ്രീ മുരളീധരൻ നായർ. അദ്ദേഹം ദീർഘകാലം ചൈനയിലെ ഇന്ത്യൻ കോൺസലായി ജോലി ചെയ്ത വ്യക്തി കൂടിയാണ്. വളരെ വിശദമായ അവലോകനത്തിന് പ്രേക്ഷകരുടെ സംശയങ്ങൾ തിരുത്തിയതിന് ഉൾപ്പെടെ നന്ദി. വളരെ നിർണായകമായ ഒരു നീക്കത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ, ഒരു താൽക്കാലിക വിരാമം ഈ സംഘർഷ സാഹചര്യത്തിന് വന്നിരിക്കുന്നത്. ഇതൊരു യുദ്ധമായി പരിണമിക്കുമോ എന്നുള്ള ആശങ്ക ലോകത്തിന് ആകെ ഉണ്ടായിരുന്നു. ആശങ്കകൾക്ക് പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. വെളുത്ത കൊടി സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, മനുഷ്യജീവന്റെ അടയാളമാണ്. തൂവെള്ള നിറത്തിലുള്ള ഒരു കൊടി ഇങ്ങനെ ഉയർന്നിരിക്കുകയാണ് നമ്മുടെ അതിർത്തിയിൽ. ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ചർച്ച നടത്തി വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ദീർഘനിശ്വാസം വിടുന്നത് ലോകമാണ്. കാരണം ഇനിയൊരു യുദ്ധം കൂടി താങ്ങാൻ ശേഷിയില്ല സൗരയൂഥത്തിലെ ഈ കൊച്ചു ഗ്രഹത്തിന്. വലുപ്പച്ചെറുപ്പങ്ങൾക്കപ്പുറത്തേക്ക് രണ്ട് ആണവ ശക്തികൾ നേർക്കുനേർ വരുന്നത് ഒട്ടും ആശ്വാസകരമല്ല. ഭീകരകേന്ദ്രങ്ങളെ നമ്മുടെ രാജ്യം ലക്ഷ്യമിട്ടപ്പോൾ ഏകപക്ഷീയമായാണ് ഇന്ത്യയെ ആക്രമിച്ചത് പാകിസ്ഥാൻ. ഭീകരതയ്ക്ക് വെള്ളവും വളവും ഇടുന്ന അതേ പാകിസ്ഥാൻ. ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കാൻ രാജ്യം എതുവരെ പോകുമെന്ന് നമ്മുടെ സൈന്യം ലോകത്തിന് കാണിച്ചു കൊടുത്തു, പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തി. ആധുനിക കാലത്തെ യുദ്ധം ആയുധങ്ങളിൽ ഒതുങ്ങുന്നില്ല എന്ന് തെളിയിച്ചതാണ് ഈ ഏറ്റുമുട്ടൽ. വ്യാജ പ്രചാരണങ്ങൾ എന്ന വിപത്തിനെതിരെ പോരാടണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ സംഘർഷം. മൈതാനത്തെ ക്രിക്കറ്റ് കളിയല്ല അതിർത്തിയിലെ യുദ്ധമെന്ന് ബോധ്യപ്പെടുത്തുന്നു നമ്മളെ എല്ലാവരെയും. പാകിസ്ഥാന്റെ നെറികെട്ട ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ നമ്മുടെ സഹോദരീ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ പൂർത്തിയാക്കുന്നു.